റോഡിൽ മണ്ണിട്ടത് തടഞ്ഞു എന്നുള്ളതിന് യുവതിക്ക് നേരെ ക്രൂരമായ ആക്രമണം. എറണാകുളം അയ്യമ്പള്ളിയിലാണ് റോഡിൽ മണ്ണിട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ യുവതിയെ അയൽവാസി ആക്രമിച്ചത്. വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്ന രീതിയിൽ മണ്ണിട്ടത് ചോദ്യം ചെയ്തതിനാണ് ആക്രമിച്ചത്. ഇരുമ്പ് ചൂൽ കൊണ്ട് അയൽവാസി കഴുത്തിൽ കുത്തിയെന്ന് പരാതിക്കാരി ശ്രീജ കളപ്പുരയ്ക്കൽ ആരോപിച്ചു. അയൽവാസിയായ സണ്ണി നിരന്തരം ശല്യം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ശ്രീജ പറയുകയാണ്. വാക്കുകളിലേക്ക്. അയാളുടെ ആ ഒരു ഐഡന്റിറ്റി പുറത്തു വരുന്നു ഭയന്നിട്ട് തന്നെയാണ് അയാൾ എന്നെ തിരിച്ചാക്രമിച്ചത്. ഞാൻ മറ്റൊന്നും വേറെ പറയരുതെന്നുള്ള ഇന്റൻഷനോടുകൂടി കൊലപ്പെടുത്താൻ തന്നെയാണ് അയാൾ ആദ്യം കുത്തി. ഞാൻ വീണ് കഴിഞ്ഞിട്ട് വീണ്ടും കുത്തിയപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തേന് ഫോൺ തെറിച്ചുപോയി. പിന്നെ രണ്ടാമത് എൻ്റെ ഫേസിന് നേരെയാണ് വരണമെന്നുണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞുപോയി. ശരിക്കും അതെന്നെ കുത്തിയാൽ ഞാൻ മരിച്ചു പോയി. ഞാനിപ്പോൾ ഇന്നത് പറയാൻ ഇവിടെ ഉണ്ടാവില്ല. അയാൾ എന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത്. പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടെ കയറി വരും. അങ്ങനെ പല രീതിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പരമാവധി ഞാൻ അയാൾ വരുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല. പക്ഷെ അങ്ങനെയൊക്കെ വല്ലാണ്ട് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്തു. ഈ രീതിയിൽ ഇനി പെരുമാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ശല്യം ചെയ്യണതിന് ബുദ്ധിമുട്ടാണ്. ഞാനത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്നെ സ്ട്രിക്റ്റായിട്ട് തന്നെ മാറ്റി. അതിൻ്റെ ഒരു വൈരാഗ്യം അയാൾക്ക് എന്നോടുണ്ട്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ യുവതിയെ ആക്രമിച്ച അയൽവാസി സണ്ണി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ നൽകും. അർജുൻ, ക്രൂരമായ ഒരു ആക്രമണമാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതും മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ തന്നെ യാതൊരു ഭയവുമില്ലാതെ ഇയാൾ ആക്രമിക്കുകയാണ്. കൊല്ലാൻ ശ്രമിച്ചു. കഴുത്തിന് നന്നായി തന്നെ മുറിവേറ്റിട്ടുണ്ട് എന്നാണ് ശ്രീജ പറയുന്നത്. അപ്പോൾ ഈ സണ്ണി എന്ന് പറയുന്ന വ്യക്തി സ്ഥിരം ഒരു പ്രശ്നക്കാരനാണോ? ഇയാൾ ഇപ്പോൾ എവിടെ നിന്നാണ് പിടികൂടിയത്? ഈ ശ്രീജയുടെ മൊഴിയെടുപ്പ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? തീർച്ചയായും ഷിഹാസ, ഇപ്പോൾ മുനമ്പം പോലീസ് ശ്രീജയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിയായ സണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് എന്നതാണ് ശ്രീജയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5:30യോടെയാണ്. ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീജ ഈ അയ്യമ്പള്ളിയിലേക്ക് താമസം മാറി എത്തുന്നത്. അവിടെ വീട് വാങ്ങിയ വീടിനോട് ചേർന്ന് ഒരു കടയടക്കം നടത്തുകയായിരുന്നു. വിവാഹമോചിതയായ ശ്രീജ ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഈ അയൽവാസിയായ സണ്ണി ശ്രീജയ്ക്ക് അനുകൂലമായി നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി നൽകി എന്നതിൻ്റെ പേരിൽ പിന്നീട് ശ്രീജയുമായി അടുപ്പമുണ്ടാക്കാനും അതിലൂടെ അവരെ ശല്യപ്പെടുത്താനും പിന്നീട് ഈ സണ്ണി ശ്രമിച്ചു എന്നതാണ് ശ്രീജയുടെ പ്രധാനപ്പെട്ട പരാതി. രാത്രികാലങ്ങളിൽ മെസ്സേജ് അയക്കുകയും അതോടൊപ്പം തന്നെ ഫോണിലൂടെ അത്തരത്തിൽ മോശമായി പെരുമാറുകയും ഒക്കെ തന്നെ ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇത് ശ്രീജ തന്നെ വിലക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ വൈരാഗ്യം എന്നോണം പിന്നീട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഈ സണ്ണി ചെയ്തു എന്നതാണ് ശ്രീജ പ്രധാനമായും ആരോപിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ അയൽവാസിയായ സണ്ണി അവിടെ മണ്ണിട്ടുകൊണ്ട് അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ അടക്കം ശ്രമിക്കുകയും ചെയ്തത്. ഇത് ശ്രീജ ചോദ്യം ചെയ്യുകയും ചെയ്തു. കൗൺസിലറുടെയും അയൽവാസികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ ഇത്തരമൊരു വിഷയമുണ്ടായത്. ഇരുവരും തമ്മിൽ വാക്തർക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ വാക്തർക്കത്തിനിടെയാണ് ഈ സണ്ണിയോട് നിങ്ങൾ എന്നെ സ്ഥിരമായി ഇത്തരത്തിൽ ശല്യപ്പെടുത്താറില്ലേ, രാത്രികാലങ്ങളിലടക്കം മെസ്സേജ് അയക്കാറില്ലേ, എന്നോട് മോശമായി പെരുമാറാറില്ലേ എന്ന് ശ്രീജ ചോദിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ പ്രകോപിതനായ സണ്ണി കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് ചൂല് ഉപയോഗിച്ച് ശ്രീജയ്ക്ക് നേരെ കുത്തുകയായിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ശ്രീജ സ്വന്തം മൊബൈലിൽ പകർത്തുന്നുമുണ്ടായിരുന്നു. ശ്രീജയുടെ കഴുത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകളടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പോലീസിൽ പരാതി നൽകി. പക്ഷേ പോലീസ് ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക എന്ന നിസ്സാര വകുപ്പ് മാത്രമാണ് ചുമത്തിയത് എന്നാണ് ശ്രീജയുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് വിശദമായി മൊഴിയെടുക്കാൻ വേണ്ടി ശ്രീജയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വധശ്രമത്തിനടക്കമുള്ള വകുപ്പുകൾ ചുമത്തണം എന്നതാണ് ശ്രീജയുടെ പ്രധാനപ്പെട്ട ആരോപണം. രാഷ്ട്രീയ സ്വാധീനമടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സണ്ണി ഇത്തരത്തിൽ നിസ്സാര വകുപ്പുകൾ മാത്രമാക്കി കേസ് മാറ്റാൻ ശ്രമിച്ചത് എന്നാണ് ശ്രീജയുടെ മറ്റൊരു ആരോപണം. എന്തായാലും സണ്ണിയെ ഇപ്പോൾ മുനമ്പം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദമായി തന്നെ സണ്ണിയെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വളരെ ഗൗരവമുള്ള പരാതിയാണ്. ഈ സണ്ണി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ശ്രീജയുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്.